നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മളുടെ കിളിക്കൂടിൻ്റെ ബാക്കി പണികളായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു മാസം മുമ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട കോളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ നിന്ന് ചവറൊക്കെ വീണ് നമ്മുടെ മഴക്കാലമൊക്കെ പോയില്ലേ, അപ്പോൾ ഇലയൊക്കെ ഉണങ്ങി ചവറൊക്കെ വീണ് നമ്മുടെ കോളമൊക്കെ ഒരു പരിവായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുളം കെട്ടണ പരിപാടി ഉണ്ടെന്ന്, കുളത്തിനെ ഭംഗിയാക്കി ചുറ്റും കല്ലൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചവറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ഇനി പടപടാതെ പടി തുടങ്ങുക. അങ്ങനെ നമ്മുടെ ചവറൊക്കെ അടിച്ചു വാരി സെറ്റാക്കി എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഈ കുളം വെച്ചുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കുറച്ച് ഉരുളങ്കല്ലുകളൊക്കെ നമ്മുടെ വെള്ളമൊക്കെ ഒഴുകിനോടത്തുനിന്ന് കൊണ്ടുവരാനുള്ള പരിപാടിയാണ്. അത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ചുറ്റും വെക്കും, നല്ല സിമെൻറ്റൊക്കെ വെച്ച് എന്താ പറയുക ബലപ്പെടുത്തി നല്ല അടിപൊളിയായിട്ട് വെക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പരിപാടി കൂടി നമുക്ക് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ക്ലീനാക്കി നമ്മളുടെ ഉരുളങ്കല്ല് തപ്പി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാനുള്ള പരിപാടി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ പുഴകളുടെ സൈഡൊക്കെ പോയിട്ട് നമ്മൾ എടുത്തുകൊണ്ടുവന്ന നല്ല അടിപൊളി ഉരുളൻ കല്ലുകളുണ്ട്. ഓക്കെ, നല്ല ഷേപ്പുള്ള ഈ കല്ലൊക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് എത്ര വർഷങ്ങൾ എടുത്തിട്ടുണ്ടോയെന്ന് അറിയോ? ചിലപ്പോൾ ഒരു കോടി വർഷമൊക്കെ വെള്ളത്തിൻ്റെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഒരു പണി കൊണ്ടാവാം ഇതേപോലത്തെ കല്ലൊക്കെ ഓരോ ഉണ്ടായി വരുന്നത്. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കി, നല്ല വട്ടപ്പാറ ഇതൊക്കെയാണ് നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കാൻ പോണേട്ടാ. വലിയ കല്ല് മാത്രമല്ല കേട്ടോ, കുറച്ച് കുഞ്ഞു കല്ലുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മളെ വട്ടം കെട്ടിയെടുക്കാൻ പോകുന്നത് കുളത്തിൻ്റെ. പൊടിയായിട്ടാ, നമ്മുടെ മഴയൊക്കെ മാറി. പിന്നെ നോക്കി എംസാൻ്റെ എടുക്കുമ്പോൾ പൊടിപ്പാറാണ്. അപ്പോൾ നമ്മുടെ പരിക്കം കൂട്ടാനുള്ള പരിപാടിയാണേ. 6 ചട്ടി എംസാൻഡിന് 1 ചട്ടി സിമെൻറ്റ്. അപ്പോൾ അതെ നമ്മൾ പണിയുന്നതിന് മുമ്പ് ഒന്ന് നനച്ചു കൊടുക്കാട്ടാ, പണി പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതെ 6 ചട്ടിക്ക് 1 ചട്ടി സിമെന്റ്. ഇനി നമ്മുടെ പരിക്കൻ മിക്സ് കൂട്ടിക്കുഴയ്ക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ മിക്സിങ് കഴിഞ്ഞു, നേരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ അതെ മസാല റെഡിയായി. അപ്പോൾ അപ്പച്ചൻ തന്നെ ഉണ്ട് ഇന്നത്തെ നമ്മുടെ മേശിരി. അപ്പോൾ പണി തുടങ്ങുകയാണേ. അപ്പോൾ കല്ല് വയ്ക്കാനുള്ള പരിപാടികൾ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിക്കോ. അപ്പോൾ നമ്മളെടുത്ത കല്ലുകളൊക്കെ വട്ടം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആദ്യം തന്നെ പരിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ കല്ല് വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനെ പണിയാനെടുക്കുന്ന കാരണം അധികം പൂപ്പായലൊന്നും ഇല്ലാത്ത എന്നാൽ പഴക്കമുള്ള കല്ല് നോക്കി എടുത്തിരിക്കുന്നത്. അടിപൊളി. അങ്ങനെ നമ്മുടെ കല്ലുകളിനി ഓരോന്നായിട്ട് നമ്മുടെ കുളത്തിന് ചുറ്റും അടക്കി വെക്കുകയാണ്. നമ്മൾ പെർഫെക്റ്റ് ആയ ഒരു രീതിയിലല്ല വെക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ ഒരു അൺഈവൺ ഡിസൈനായിട്ട് ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു നാച്ചുറലി കല്ലെങ്ങനെ വന്നിരിക്കും ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ പണികൾ ഇച്ചിരി നേരം വൈകിയാണ് തുടങ്ങണത് കേട്ടോ. കാരണം നമ്മൾ ഒറ്റയടിക്ക് നമ്മുടെ കിളിക്കൂടിൻ്റെ പരിപാടി തീർക്കണം വിചാരിച്ചാണ്. പക്ഷേ നമ്മളിതിൻ്റെ കൂടെ തന്നെ M40 വീഡിയോ ഇടണ്ടായിരുന്നാണ് ഇങ്ങനെ ഗ്യാപ്പ് വരുന്നത്. പക്ഷേ സമയം എടുത്താലും നമ്മൾ അവസാനം കിടക്കാഴ്ച ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതെ ഇത് ചുറ്റും നമുക്ക് ഇതുപോലെ കല്ല് വെച്ച് സെറ്റാക്കി എടുക്കണേ. അങ്ങനെ നമുക്ക് കിട്ടുന്ന കല്ലുകളൊക്കെ നമ്മൾ ഓരോന്ന് കൂട്ടി വെച്ച് നമ്മുടെ കുളത്തിന് വേണ്ടി തന്നെ റെഡിയാക്കിയതാണ്. കാരണം നമുക്ക് നിർബന്ധമായിരുന്നു നമ്മൾ ചെയ്യുന്ന ആ ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിൽ വരുന്ന കുഞ്ഞിക്കുളം ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിൽ തന്നെ വേണമെന്നുള്ളത്. അതല്ലാതെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഒരു ഹൈ ഡെഫിനിഷനിൽ ഉണ്ടാക്കി ആ ഒരു രീതി ഒരിക്കലും നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് ഒരു നാച്ചുറൽ ടൈപ്പ് കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടുള്ളൊരു കുളം. അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്ര നാളിങ്ങനെ വെയിറ്റ് ചെയ്തതൊക്കെ കളക്ട് ചെയ്തത് സെറ്റാക്കി ഇതേപോലത്തെ പണിക്ക് നിൽക്കുന്നത് കേട്ടാ. അപ്പോൾ അതെ വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കല്ലും ചെറിയ കല്ലൊക്കെ മിക്സ് ചെയ്ത് ആ ഒരു നാച്ചുറൽ ഷേപ്പിലേക്ക് തന്നെ അവസാനം കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി നമ്മൾ നല്ല കട്ടിക്ക് പരിക്കൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് പോയിന്റ് ചെയ്ത് എടുക്കും. അപ്പോൾ അതിന് മുമ്പ് ആദ്യം നമ്മൾ മൊത്തത്തിൽ വെച്ച് എത്തിക്കുകയാണ് വട്ടം. അങ്ങനെ നമ്മുടെ ഉരുളങ്കല്ലുകൾ നമ്മൾ കൊണ്ടുവന്നത് വെച്ച് വട്ടം എത്താറായിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ പരിപാടി നോക്കുന്നത്. അതിന് മുമ്പും ചെറിയ നുറുങ്ങ് പണികളൊക്കെ ഉണ്ട്. ഇനി ഇതേ നമ്മുടെ സിമെൻറ്റ് പൊടി ഒന്ന് തൂവി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നല്ല കടുപ്പത്തിൽ ഇച്ചിരി പരിക്കം വെച്ച് ഇത് പോയിൻ്റ് ചെയ്യുമ്പോൾ നല്ല ബലത്തിലിരുന്നോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്
നമ്മുടെ സിമെൻറ്റ് പൊടി എടുത്ത് നേരെ അതുമേ തൂവി കൊടുക്കുന്നത്. ഇനി ഇത് നല്ല കട്ടി പരിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ജോയിൻറ്റുകളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇടയിൽ എലിയും വന്ന് ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മുടെ ആ ഒരു ചെറിയ ഗ്യാപ്പുകളൊക്കെ അടച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ കല്ലിന് ബലം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ റഫായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ വെച്ചാൽ നോക്കിയേ, നമ്മുടെ കുളത്തിൻ്റെ ചുറ്റും മുഴുവനും നമ്മൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ച് കെട്ടി നല്ലൊരു നാച്ചുറൽ ഡിസൈൻ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം, ഭയങ്കര വലുതൊന്നുമല്ല, ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി വലിച്ചിടുന്ന മണ്ണൊക്കെ നമ്മൾ കുറച്ച് ഒതുക്കി. അപ്പോൾ ബാക്കിയോടെ ഒതുക്കിയിട്ട് നമ്മളത് ഇവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം പണിത് സെറ്റാക്കാനായിട്ട് പോകുന്നത് കേട്ടാ. അപ്പോൾ ഓൾറെഡി മണ്ണൊക്കെ മാറ്റി നമുക്ക് ലെവലാക്കി എടുക്കണം ഇവിടെ. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ പണികൾ തുടങ്ങുകയാണ്. നേരെ ഇവിടെ പ്ലാൻ വരയ്ക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, വെള്ളച്ചാട്ടം പൊക്കുന്നു. ഇതെന്റെ പരിപാടി. അങ്ങനെ മണ്ണിൽ കുത്തി വരച്ച പ്ലാനിൻ്റെ ബലത്തിൽ അപ്പച്ചന്തയെ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയതായിട്ടുണ്ടായിരുന്ന കട്ടകൾ യൂസ് ചെയ്ത് തന്നെ കേട്ടോ പണിയുന്നത്. അപ്പോൾ മാക്സിമം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് പണി തീർക്കാമെന്നുള്ള മൈൻഡിലാണ്. കാരണം ഇതെല്ലാം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഓൾറെഡി പറക്കി വെച്ചായിരുന്നു, നമ്മുടെ വീട്ടിൽ പഴയ കട്ടകൾ ഉണ്ടായിരുന്നതൊക്കെ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളുടെ ആ ഓരോ ലെയറുകളായിട്ട് നമ്മളിനി പണിത് പൊക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയർ ദേ നമ്മൾ പണിതു, അതിൽ സിമെൻ്റ് ഇട്ട് അടച്ചു. അതിനുശേഷം ദേ നമ്മൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിൽ കുറച്ച് കല്ലുണ്ട്, അത് ഇടയിൽ ഞാൻ കുത്തി ഓരോന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എടുത്ത കല്ലുകൾ വെച്ച് ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെയർ വെച്ച് പൊക്കി കൊണ്ടുവരാണ്. അതായത് നമ്മുടെ വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറച്ച് ഹൈറ്റിൽ നിന്ന് വെള്ളം ഒഴുകി വന്നാലല്ലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള കല്ലുകൾ എടുക്കുന്നു, പരിക്കം കൂട്ടിയെടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് പണിയുടെ ദിവസമാണ് ജഗപുക. ഇനി നമ്മുടെ ഊരിലെല്ലാം പാർക്കെല്ലാം കയറ്റാൻ പോണേ. ഇനി ഇതേ നമ്മുടെ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് കയറ്റണ്ട. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിന് എന്താ പറയുക, വെള്ളം ഒഴുകുമ്പോൾ ഒരു ഭംഗി കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കല്ലുകളാണ് ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മുകളിൽ 2 കല്ലെടുത്ത് വെച്ചപ്പോഴേക്കും ഒരു ചെറിയ ചായ കിട്ടി. ചായ അടിച്ചിട്ടാണ് ഇനി പരിപാടി കിട്ടുക. സംഭവം നമ്മളെ പണി തീർക്കാനുള്ള ഇൻട്രസ്റ്റ് കാരണം ഫുഡ് അടിയൊക്കെ ഇടയിൽ നമ്മൾ സ്കിപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളിത് കട്ടകൾ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഓസിൻ്റെ പീസ് വേണം. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനത്തെ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കണം. എൻ്റെ ഇപ്പോൾ വലിയ ആഗ്രഹം എന്നിട്ടാണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു 3 പ്രാവശ്യം വെട്ടിക്കളഞ്ഞ വാഴയാണ് പിന്നെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിളിക്കൂടിൻ്റെ പണി കഴിഞ്ഞ് കിളീനെ കിട്ടി കഴിയുമ്പോഴേക്ക് ഈ വാഴ കൊലച്ച് ആ കൊല പഴുത്ത് അത് അവിടെ ഉള്ള കിളികളൊക്കെ കൊത്തിത്തിനാണ്. അതാണ് ഇപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം. അതുവരെ ഈ വാഴ നിൽക്കുമെന്ന് എനിക്കറിയില്ല. എന്തിനൊക്കെ ആഗ്രഹങ്ങളല്ലേ. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ചെറിയതും വലുതുമായ കല്ലുകളൊക്കെ ഒട്ടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ സെറ്റപ്പ് നമ്മൾ തീർക്കാണ്. ഇനി ചെറിയൊരു ഓസിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയിൽ നമ്മൾ ഓസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം വരാനുള്ള ഓസ് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് കറക്കി എത്തിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓസ് എടുത്ത് നേരെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടാണ് ബാക്ക് പണിയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഓസ് വെച്ച് ഇനി ബാക്ക് സൈഡ് പണിയാൻ കേട്ടോ. ഇവിടെ നമ്മൾ കട്ട തന്നെ കെട്ടി കൊടുത്തിട്ട് കുഞ്ഞു കല്ലുകൾ ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 സൈഡിൽ കല്ല് വെച്ച് ഇനി ബാക്ക് സൈഡ് മൂടി കൊടുക്കുകയാണ്. നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ വെള്ളം വരുമ്പോൾ ആ ഒരു ഫ്ലോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വെച്ചാൽ തൽക്കാലത്തേക്ക് നമ്മളുടെ കുളത്തിൻ്റെ പണികൾ ഇവിടെ വെച്ച് നമ്മൾ ഇന്ന് നിർത്താണ്. അപ്പോൾ ഇന്നത് നമ്മളെ കുളത്തിൻ്റെ വട്ടം നമ്മൾ കല്ലൊക്കെ വെച്ച് കെട്ടി. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടത്തിനുള്ള സെറ്റപ്പ് നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറം എന്താ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ചെടികൾ വെക്കാനുള്ളതാണ്. അതും ട്രോപ്പിക്കലായിട്ടുള്ള കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം കൊടുക്കാനുള്ള ഓസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മോട്ടർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാനോട്ടാ. അപ്പോൾ എന്തായാലും പണിത് കഴിഞ്ഞൊരു 3-4 ദിവസം നമ്മൾ നനച്ച് സെറ്റാക്കി എടുത്താലേ നമ്മുടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയി വരുള്ളൂ. അതിനുശേഷം പെയിൻറ്റിങ്, അങ്ങനെ കുറേ പണികളുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ കിളിക്കൂടിൻ്റെ പണിയിലെ അപ്ഡേഷൻ ഇതാണ് കേട്ടോ. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മൾ ചെടി വെക്കല്, പുല്ല് വെക്കല്, വഴി ഉണ്ടാക്കല്, കിളിക്കൂട് സെറ്റിങ്, അങ്ങനെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇനി വരും വീഡിയോകളിൽ പെട്ടെന്ന് ഇടാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമ്മൾ തിരക്കുകൾ കാരണമാണ് വീഡിയോ വൈകി പോകുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. നമ്മുടെ കിളിക്കൂടിൻ്റെ അടുത്ത എപ്പിസോഡുകളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ മച്ചാമാരെ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രേമനോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് signing out.